പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര തുടരുന്നു. ഒട്ടനവധി കോളുകൾ വെയിറ്റിംഗിലുണ്ട്. സമയം കളയുന്നില്ല. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യത്തെ അതിഥിയെ പരിചയപ്പെടാം. ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയാവാം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കറങ്ങുകയാണ്. ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കുറച്ച് പഴയ തടി അല്ലെങ്കിൽ അത് പലയെ കടിക്ക് വെച്ചിരുന്ന അകത്ത് അവർ എടുത്ത് മാറ്റാൻ എന്തോ ഒരു സാധനം ഇരിക്കുന്നത് മൂർഖാണോ രാജകൊമ്പനാണോ അണവിയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. കുമാരപുരത്താണ് നമുക്ക് ഈ അതിഥി ഇരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് പോകാം. ആരാണ് ആ അതിഥി, എന്താണ് അദ്ദേഹത്തിന് ഉള്ള പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്ഥലത്തേക്ക് എന്തായാലും നമ്മൾ ആ വിവാദ വിഷയമായ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് വന്നു. ഈ തടി അടുക്കി വെച്ചിരിക്കുന്നതിനകത്താണ് അദ്ദേഹം ഒരു തടിയെടുത്ത പനടിയിൽ അല്ലെങ്കിൽ വുഡ് എടുത്തപ്പോൾ അല്ലെങ്കിൽ ഈ മരക്കഷ്ണം എടുത്ത പനടിയിൽ ഇരിക്കുന്നതാണ് കണ്ടു എന്ന് പറഞ്ഞു. എന്തായാലും മൂർഖൻ ഞാൻ ചേരയാണെന്ന് വെച്ചാൽ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മൂർഖൻ പാമ്പിന്റെ 2 ടൈപ്പ് പടം പൊഴിഞ്ഞു കിടക്കുന്നു. 2 ടൈപ്പ് പടം, മൂർഖൻ പാമ്പിന്റെ 2 ടൈപ്പ് പടം ആണ് പൊഴിഞ്ഞു കിടക്കുന്നത്. നമുക്ക് സമയം കളയേണ്ട, ഇത്രയും തടി എടുത്ത് മാറ്റേണ്ടതുകൊണ്ട് നമുക്ക് തടി മാറ്റി നോക്കാം ആരാണ് അതിഥി. എന്തായാലും രാവിലെ ജിമ്മിലൊക്കെ പോയി ഹോട്ടലൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു. ഒരു കുറച്ച് തടിയേ ഉള്ളൂ, ഒരു 5-6 കഷ്ണമേ ഉള്ളൂ. ഇതാണ് അവരുടെ 5-6 കഷ്ണം. എന്തായാലും നമുക്ക് പ്രതീക്ഷയുണ്ട് ഇതിനകത്ത് നമ്മുടെ അതിഥി ഉണ്ടെന്ന്. പക്ഷേ ഒരതിഥി ആകാതിരിക്കട്ടെ, ഒന്നിൽ കൂടുതൽ അതിഥിയാകട്ടെ, നമ്മുടെ പ്രേക്ഷകർ കണ്ടു കുളിരട്ടെ. നമ്മുടെ ദൗത്യം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇത് അധികം വിറവില്ല, 2 ലോഡ് വിറവേ ഉള്ളൂ. 1 ലോഡ് മാറ്റിയതേ ഉള്ളൂ, ഇനി 1.5 ലോഡും കൂടെ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് നമ്മളെ സഹായിക്കാൻ വന്നവർക്ക് പേടിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാത്തത്. അവർക്ക് പേടിയേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങോട്ട് അടുത്തോട്ട് വിളിക്കാൻ മാറി നിൽക്കാൻ പറഞ്ഞത്. എന്തായാലും സത്യം പറഞ്ഞാൽ രാവിലെ വന്നതിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. 5:30 വന്നു. അത് കഴിഞ്ഞ് മണി 12ആയി. കാപ്പി കുടിക്കാൻ പോലും സമയം കിട്ടിയില്ല. നിങ്ങൾ ആ പ്രേക്ഷകർ അറിയുന്നുണ്ടോ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ? ഇല്ല. എന്നാൽ പോട്ടെ, നിങ്ങളത് അറിയണ്ട. നമുക്ക് ബാക്കി ജോലിയും കൂടി കൂടുതലുണ്ട്. ഇനി ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മേഖല കെട്ടിടപ്പണിയായിരുന്നു, അതായത് മേശിരി പണിയായിരുന്നു. അതിന് പോയാൽ മതിയായിരുന്നു. ശമ്പളം വാങ്ങിച്ച് 5 മണിക്ക് മുമ്പ് തന്നെ വീട്ടിൽ പോകാമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
ഇതിവർ കണ്ട അതിഥിയല്ല, ഇത് കാണാത്ത അതിഥിയാണ്. നമ്മൾ ഈ തടി മാറ്റി നോക്കിയപ്പോൾ, മരക്കഷ്ണം മാറ്റി നോക്കിയപ്പോൾ കണ്ട അതിഥി ചേരയാണ്. ചേരയുടെ കുഞ്ഞാണ്. ഒരു 3 മാസത്തിന് താഴെ മാത്രമേ പ്രായമുള്ളൂ. ചട്ട പൊഴിക്കാറ്, പടം പൊഴിക്കാറ്, സ്കിൻ ഷെഡിയറായിരിക്കുകയാണ്. ചുമ്മാ കടിക്കാനുള്ളൊരു ടെൻഡൻസി മാത്രമേ, കടിക്കാനുള്ള പ്രവണത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. നമ്മുടെ ഈ അതിഥി ഇത് ഒഴിഞ്ഞ പറമ്പായിരുന്നു നമ്മൾ ഇവിടെ തന്നെ തോന്നുന്നു. ചേര നമ്മുടെ പറമ്പിൽ വരുന്നത് നല്ലതാണ്. മറ്റ് ചെറിയ എലിയും മറ്റ് തവളയൊക്കെ പിടിച്ച് നശിപ്പിക്കുന്നുണ്ട്. മറ്റ് വനമുള്ള പാമ്പുകൾ നമ്മുടെ പരിസരത്തേക്ക് വരുന്നതിന്റെ വരവ് കുറയും. അതിഥിയെ ഞാൻ റിലീസ് ചെയ്യാം, തുറന്നു വിടുക. പാമ്പുകളുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് കുമാരപുരത്ത് പാമ്പുകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണെന്ന്. അതാണ് നമ്മൾ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു. നമ്മൾ വന്നു, കണ്ട പാമ്പിനെ കിട്ടിയില്ല. ചുവർപ്പാമ്പിനെ ആദ്യം കിട്ടിയ ചേരക്കുഞ്ഞായിരുന്നു, രണ്ടാമത് ചുവർപ്പാമ്പ്, ചുവർപ്പാമ്പ് എന്ന് പറയും. എന്തായാലും നമ്മൾ ഈ അതിഥിയും നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കണ്ടതാണ്. ഈ അതിഥിയെ നമ്മൾ കൊണ്ടുപോകുന്നില്ല, പറമ്പിൽ തന്നെ വിടാൻ പോകുന്നത്. കാരണം ഇതൊന്നും അപകടകാരിയായ സാധനമല്ല, നോൺ വെനമസ് ആണ്. ഇവിടെ ഒഴിഞ്ഞ പറമ്പായതുകൊണ്ട് നമ്മൾ ഈ അതിഥിയെ എന്തിനാ കൊണ്ട് ഈ വേറെ സ്ഥലങ്ങളിൽ വിടുന്നത്? അവർ ഇവിടെ എവിടെയെങ്കിലും പല്ലിയെങ്കിലും പിടിച്ച് ഭക്ഷിച്ച് ഇവിടെ ജീവിക്കട്ടെ. നമുക്ക് ഈ അതിഥിയെ തുറന്നു വിടാം. ഓട് പാമ്പ്, ഒരച്ചുരുട്ട, വാരിച്ചുരുട്ട എന്നറിയപ്പെടുന്ന, ചുവർപ്പാമ്പ് എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ വൂൾഫ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് നമ്മൾ തുറന്നു വിടുന്നത്. വനമുള്ള പാമ്പല്ല, പല്ലിയെ പിടിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം. പാമ്പുകൾക്ക് യഥേഷ്ടം പതുങ്ങിയിരിക്കാൻ കഴിയുന്ന വിറകിൻ കൂട്ടം വാവാ സുരേഷ് എടുത്തു മാറ്റിക്കൊണ്ടേയിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു ചീറ്റൽ ശബ്ദം. കുത്തനെ കൈയോടെ വാവ പിടിച്ചെടുത്തു. ഉഗ്രനൊരു മൂർഖൻ. ഇതാണ് കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന നാജ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മൂർഖൻ. സർപ്പം, പുല്ലാനി, പത്തിക്കാരൻ, നല്ലോൻ പാമ്പ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. എന്തായാലും നമ്മുടെ അതിഥിയെ നമുക്ക് കിട്ടി. ഇവർ പറഞ്ഞതുപോലെ അത്ര വലിയ പാമ്പൊന്നുമല്ല, 10 വയസ്സിനടുത്ത് പ്രായമുള്ള ഫീമെയിൽ മൂർഖൻ പാമ്പാണ്. ഇതിനിപ്പോൾ ഇത്തിരി സൗന്ദര്യം കാണുന്നത് ചട്ട പൊഴി സ്കിൻ ഷെഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ല മഞ്ഞ കലർന്ന കളറിൽ കാണുന്നത്. നമുക്ക് ഇദ്ദേഹത്തിന്റെ വയറ്റില്, അതുപോലെ ഇദ്ദേഹത്തിന്റെ വയറ്റില് എലി ഉണ്ടായിരുന്നു. ആ എലിയെ അത് ഒമക്ട് ചെയ്തു. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇത് അധികം പ്രായമുള്ള പാമ്പൊന്നുമല്ല, ഒരു 6 വയസ്സിനും 7 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു ഫീമെയിൽ കോബ്ര, മൂർഖൻ പാമ്പാണ് ഇദ്ദേഹം. വുഡ് എടുക്കുന്നില്ല, പത്തി എടുക്കുന്നില്ല. കാരണം മറ്റൊന്നല്ല, ഭക്ഷണം വലിയൊരു എലിയെ കഴിച്ചിട്ട് അദ്ദേഹം റെസ്റ്റ് എടുക്കുകയായിരുന്നു. ആ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവർ തടിമാറ്റാനായി വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പേടിച്ചിട്ടാണ് അദ്ദേഹം മാളത്തിലേക്ക് വലിഞ്ഞത്. പക്ഷേ എന്തായാലും ആ എലിയെ അത് ഒമക്ട് ചെയ്തു.
അധികം പ്രായമുള്ള അതിഥി അല്ലാന്ന് ഞാൻ പറഞ്ഞു. നല്ല ആരോഗ്യമുള്ളൊരു പാമ്പാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഫീമെയിൽ കോബ്ര. ഇദ്ദേഹത്തിന്റെ ബൈറ്റ് കിട്ടിയാൽ ക്രിട്ടിക്കലാവുന്ന അവസ്ഥയിലേക്ക് പോകും. ഇദ്ദേഹം ഇപ്പൊ കടിക്കാൻ നോക്കുന്നത് എന്റെ ചുണ്ടുകളിലാണ്. ചുണ്ട് അനങ്ങുന്നത് ആ ചുണ്ടിലേക്കാണ് അദ്ദേഹം കടിക്കാൻ നോക്കുന്നത്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് നമ്മുടെ ഈ അതിഥിയെ ചാക്കിലാക്കി ഇവരെടുത്ത് യാത്ര വേണ്ട സമയമായി. അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട സമയമായി. നമുക്ക് ഈ അതിഥിയെ ചാക്കിലാക്കി ഇവിടുത്തെ ഞങ്ങളുടെ അനുഭവം വ്യത്യസ്തമായിരുന്നു. നമ്മുടെ പ്രേക്ഷകരും സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്കും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഇത്. കാരണം ഒരു പാമ്പിനെ കണ്ടു, ഒരു മൂർഖൻ പാമ്പിനെ അല്ലെങ്കിൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ ഇവിടുത്തെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചത്. നമ്മൾ മുഴുവൻ കഷ്ണങ്ങൾ മാറ്റിയപ്പോൾ, മുഴുവൻ തടിക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾ മാറ്റിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് 8 വയസ്സിന് അടുത്ത് പ്രായമുള്ള ഒരു മൂർഖൻ പാമ്പ്, പെൺ മൂർഖൻ പാമ്പ് അഥവാ ഫീമെയിൽ കോബ്രയായിരുന്നു. ചട്ട പൊഴിച്ച് നല്ല സൗന്ദര്യവാദിയായിരിക്കുന്ന കോബ്രയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അതുപോലെ ഇവിടെ നമ്മൾ തടി മാറ്റി പോകുമ്പോൾ രണ്ട് ടൈപ്പ് ചട്ട, അതായത് ആൺപാമ്പിന്റെയും പെൺപാമ്പിന്റെയും ചട്ട ഇവിടെ കാണാൻ കഴിഞ്ഞു. പെൺപാമ്പിനെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ എന്റെ ദൗത്യം മതിയാക്കി. കാരണം അവിടുത്തെ വിറവ് ഇറക്കിയൊക്കെ ഞാൻ നല്ല ക്ഷീണിച്ചു. അപ്പൊ അടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ അത് പറക്കി ആ വിറവ് എടുത്ത് മാറ്റിയാണ്. അപ്പൊ അവര് എവിടെ എന്തോ പാമ്പിനെ കണ്ടു, ദാ പോണു എന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് ഒരു അരണയായിരുന്നു. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇനിയും ചിലപ്പോ വ്യത്യസ്തരായ അതിഥി വല്ല രാജവെമ്പാല ഇവിടെ ഇരിക്കുന്നെങ്കിൽ അത്രയ്ക്ക് രാജവെമ്പാലയ്ക്ക് വാസയോഗ്യമായ സ്ഥലമാണ്. കാരണം ഒരു അണക്കവും ഇല്ലാതെ നല്ല ഇവര് പറഞ്ഞത് ചുമ്മാതെയും വെറുതെയും കളിയും പരിഹാസമൊന്നും ആയില്ല. ഒരു മൊട്ടം പാമ്പ്, മൊട്ടം എന്ന് വെച്ചാൽ ഒരു മൊട്ടം, തിരുവനന്തപുരം സ്ലാങ് പറയുമ്പോൾ ചേര, ഒരു വലിയ ചേര, പെരുമാൾ ചേര, പെരിയ ചേര. നോക്കൂ, ചട്ട പൊഴിക്കാറായ ഒരു ആൺചേര, ചട്ട പൊഴിക്കാറായ ആൺചേര. ഞാൻ ഒഴിയുന്നത് ഇദ്ദേഹം ചെളിയൊക്കെ വെച്ച് എൻ്റെ ഷർട്ടൊക്കെ വൃത്തികേടാക്കുന്നത് കൊണ്ടാണ്. നോക്കുക, 7 അടിയോളം നീളമുള്ള ഒരു ചേര. ഈ ചേരയെ കണ്ടിട്ട് ഒരു 6 മാസങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്നുള്ള ആരോ എന്നെ വിളിച്ചു. ഇവിടെ ഒരു വലിയ മൂർഖനെയും ചേരയും കണ്ടുവന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞത് രണ്ടും ശരിയായി. ചേരയും കണ്ടു, മൂർഖനെയും കണ്ടു. മൂർഖനെ അടുത്ത വശത്തുനിന്നും ചേര ഇപ്പുറത്തെ വശത്തുനിന്നും കിട്ടി. എന്തായാലും നമ്മൾ ഈ 10 വയസ്സിനടുത്ത് പ്രായമുള്ള ചട്ട പൊഴിക്കാറായ, സ്കിൻ ഷെഡ് ചെയ്യാറായ ചേരയെ കൊണ്ടുപോകുന്നില്ല. അദ്ദേഹത്തിനെയും ഇവിടെ തന്നെ തുറന്നു വിടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എലി ധാരാളം ഉള്ളതുകൊണ്ടാണ് ഉരകവർഗ്ഗങ്ങളിൽ, ഉരകജീവികളിലെ പാമ്പ് വർഗ്ഗങ്ങൾ പറമ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വസ്തുവിന്റെ ഓണർ സാറിനും ഭയമില്ല. ചേര ആയതുകൊണ്ട് വിട്ടേക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ എന്തായാലും ഈ അതിഥിയെ തുറന്നു വിടും. എന്തായാലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇന്ന് ഇവിടെ ഉണ്ടായത്. നമ്മുടെ പ്രേക്ഷകർക്കും സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകരും അത് തന്നെയായിരിക്കും അഭിപ്രായം പറയുക. കാരണം ഇന്നിവിടെ നമ്മളൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ച് ഈ തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ കുമാരപുരത്തിനടുത്തൊരു സ്ഥലത്ത് വന്നു. സ്നേക്ക് മാസ്റ്റർ ടീം എത്തുകയും അതോടൊപ്പം തന്നെ കുറച്ച് ചെറുപ്പക്കാരെത്തുകയും നമ്മുടെ എല്ലാവരും കൂടെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് ആ മരക്കഷങ്ങൾ പറക്കി മാറ്റിയപ്പോൾ ആദ്യം ഒരു ചേരക്കുഞ്ഞിനെ കിട്ടി. അദ്ദേഹത്തിന് നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തുറന്നു വിട്ടു. രണ്ടാമത് വീണ്ടും കുറച്ചൊരു മരക്കഷ്ണം മാറ്റുമ്പോൾ ഒരു ചുവർപ്പാമ്പിനെ കിട്ടി. അദ്ദേഹത്തിനെയും പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തി നമ്മൾ തുറന്നു വിട്ടു. മൂന്നാമത് ഒരു മുർക്കൻ പാമ്പിനെ കിട്ടി. വലിയൊരു മുർക്കൻ പാമ്പ് എന്ന് പറയുമ്പോൾ അത്ര വലിയൊന്നുമല്ല. നമ്മുടെ പ്രേക്ഷകരെക്കാളും വലിയ മുർക്കൻ പാമ്പുകളെ കണ്ടിട്ടുണ്ട്. 8 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പെൺ മുർക്കൻ പാമ്പിനെ നമുക്ക് ഇവിടുന്ന് അദ്ദേഹത്തിനെയും നമ്മൾ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി അപ്പുറത്ത് കുറച്ച് മരക്കഷ്ണം അടുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പറക്കി മാറ്റാം, അവിടെയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എടുത്തു മാറ്റാം, അവിടെയും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പാമ്പുകൾക്ക് ഉണ്ടോ എന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു.
എന്തായാലും അവര് ആ മരക്കഷ്ണം എടുത്ത് മാറ്റിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ വാല് കണ്ടു. അപ്പൊ ഞാൻ അവരെ കളിയാക്കി അരണയുടെ വാലായിരിക്കണം, അരണ പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും പാമ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പ്രിയ സുഹൃത്ത് പലവ എടുത്ത് പൊക്കിയപ്പോൾ, ഒരു കഷ്ണം എടുത്ത് പൊക്കിയപ്പോൾ അതിനടുത്തുനിന്ന് ഒരാള് ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ അതിഥിയെ നമ്മൾ പിടികൂടി. ഒരു 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള 7 അടിയോളം നീളമുള്ള ഒരു ആൺചേര, മെയിൽ റാറ്റ് സ്നേക്ക് പിടികൂടി. അദ്ദേഹത്തിനെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി, ഇവിടെ ആൾക്കാരുടെ മുന്നിൽ പരിചയപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹത്തെയും ഇവിടെ തന്നെ തോന്നുന്നു. കാരണം ഇതിന്റെ 4 ചുറ്റും വളരെ കുറച്ച് വീടും ഒത്തിരി പറമ്പുമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇതിനെ ചേരയും ഈ വനമല്ലാത്ത നോൺ വെനമസ് പാമ്പിനെ ഒന്നും പിടികൂടി അല്ലെങ്കിൽ സാധു ജീവികളെ പിടികൂടി കാട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ ഇന്നത്തെ ഇവിടുത്തെ യാത്ര കഴിഞ്ഞു. ഇവരോട് യാത്ര പറയുന്നു. അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി, അടുത്ത പുതിയ ഒരു വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കും. വിളിക്കേണ്ട നമ്പർ 9387979441.